ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചാനലിൻ്റെ അവതാരകരുണ്ട്. അതിൽ കളിയും തമാശയും മാറ്റിവെച്ചാൽ, കളിയും തമാശയോട് എനിക്ക് താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ കളി തമാശ പരിപാടികളോട് എനിക്ക് താല്പര്യമില്ല, അത്തരം ഡയലോഗുകളോട് താല്പര്യമില്ല. പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ പറയുന്ന ഒരു വലിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു ചാനലിൽ നിൽക്കുന്ന ആളാണ് ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. ഏഷ്യാനെറ്റുമായിട്ട് അദ്ദേഹം ചെറുതായിട്ട് തെറ്റിയെന്നോ, അല്ലെങ്കിൽ തെറ്റിയെന്ന് ഞാൻ പറയുന്നില്ല, ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഫ്ലവേഴ്സ് ചാനൽ, ഗോകുലം ഗോപാലും സംഘമായിട്ട് ചേർന്ന് ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 24 ന്യൂസ് ചാനലിലേക്ക് പോയി. അതിൻ്റെ വലിയ ശ്രീകണ്ഠൻ നായരാണ് അതിൻ്റെ എല്ലാം. ആത്മാവും പറങ്കാവും നമ്മൾക്ക് പണ്ട് പറയാറുണ്ട്, ആത്മാവും പറങ്കാവും. അപ്പം എല്ലാം അദ്ദേഹമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കേരള വിഷൻ്റെ എന്നോ അല്ലെങ്കിൽ കേബിൾകാരുടെയും കണ്ട ഒരു പരിപാടി, ഫംഗ്ഷൻ എന്തോ ഞാൻ ഓർക്കുന്നില്ല, ഒരു പരിപാടിയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും കേരള പൊതുസമൂഹവും എല്ലാവരും കേൾക്കേണ്ട ഒരു വീഡിയോ ആണത്. അത് പ്രസംഗമാണ്. 2-3 വീഡിയോ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്, 5 മിനിറ്റ് 10 മിനിറ്റ് വീതം. വളരെ മനോഹരമാണ്. അദ്ദേഹം കുറേ സത്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ചാനൽ പൂട്ടും, 24 പൂട്ടുമെന്നല്ല, ചാനലുകൾ പൂട്ടും കേരളത്തിൽ. ചാനലുകൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല ഇനി. കാരണം ഇൻഫ്ലുവൻസർമാരുടെ ഒരു ലോകത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇൻഫ്ലുവൻസർമാരുടെ ലോകം സോഷ്യൽ മീഡിയയുടെ ലോകമാണ്. അവിടെയും ബാഡ് ഇൻഫ്ലുവൻസർമാരുടെയാണ് ലോകം. അവിടെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ധർമാനുഷ്ഠാനങ്ങളുടെയും ഒരു ന്യായമില്ല ആ സോഷ്യൽ മീഡിയയിൽ. അതൊരു ചന്തയാണ്. ആ ചന്തയിൽ ആരും വന്ന് എന്തും കച്ചവടം ചെയ്യും. അത് വെല്ലുവിളിയാണ്, ബാർഗെയിനിങ് ചന്തയാണ്. അവിടെ സത്യത്തിനും നീതിക്കും ന്യായത്തിനൊന്നും ഒരു സ്കോപ്പുമില്ല. എടാ പിണറായി എന്ന് വിളിച്ചാൽ ആ തമ്പിടുന്നത് കാണാൻ ആളുകളുണ്ട്. മിസ്റ്റർ പിണറായി എന്ന് വിളിച്ചാൽ ആളുകൾ കുറയും. അകത്തെന്ത് പറഞ്ഞിരിക്കുന്നത് പോട്ടെ, ശ്രീ പിണറായി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരും കയറുകയില്ല. നരേന്ദ്രമോദി ഈ ഡാഷ് എന്നൊക്കെ പറഞ്ഞ് തെറിയൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ആൾ കയറും, ഇല്ലെങ്കിൽ കയറില്ല. അത്രമാത്രം അധമമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസർമാരുടെ ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏതൊരു വ്യക്തിയെയും, ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും, ഏതൊരു ഉദ്യോഗസ്ഥനെയും, ഏതൊരു സ്ത്രീയെയും പുരുഷനെയും ആരെയും നമുക്ക് മോശക്കാരാക്കി ഈ ചിത്രത്തിൽ നിന്ന് തന്നെ എടുത്തു കളയാൻ കഴിയുന്ന രീതിയിലേക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസർമാരുടെ ഒരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. എത്ര സത്യമാണ് ശ്രീകണ്ഠൻ നായർ പറയുന്നത്. ഞങ്ങളും ചാനലൊക്കെ നടത്തുന്നു, 2 ചാനൽ നടത്തുന്നു. എന്തൊരു ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. വലിയ ബുദ്ധിമുട്ടാണ്. പരസ്യങ്ങളും സംഭാവനകളും ഒന്നുമില്ലാതെ ഒരു മില്ലിമീറ്ററിലും പോവില്ല. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും ആകാംക്ഷയുള്ള കാര്യങ്ങൾ പറയുന്നതുമൊക്കെ മാത്രമാണ് ആളുകൾ കാണുന്നത്. അല്ലാതെ സത്യം നമ്മുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറേ ഗുണകരമായ കാര്യങ്ങൾ കിട്ടുന്നു, അത് കേട്ടാൽ നമ്മുടെ ജീവിതത്തിന് നമ്മൾക്കും മക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും വ്യക്തിക്കുമൊക്കെ നന്മയുണ്ടാകും എന്നുള്ള കാര്യം കേൾക്കാൻ ആളില്ല. രണ്ടാമത് അദ്ദേഹം മെഡിമിക്സ് അനൂപിൻ്റെ ഒരു ഉദാഹരണം അതിനകത്ത് പറയുന്നുണ്ട്. മെഡിമിക്സ് അനൂപുമായി സംസാരിച്ചപ്പോൾ അനൂപ് പറഞ്ഞത്, കേരളത്തിൽ ചെറിയ സോപ്പുണ്ടാക്കി വലിയ ലാഭമുണ്ടാക്കുന്ന, അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരാളാണ് ഈ അനൂപ് എന്ന് പറയുന്ന മെഡിമിക്സിൻ്റെ. അനൂപിനിപ്പോൾ കേരളത്തിൽ മുടക്കാൻ പൈസയുമില്ല, കേരളത്തിൽ മുടക്കാൻ താല്പര്യവുമില്ല. കർണാടകത്തിലാണ് കൂടുതൽ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ പരസ്യം കൊടുക്കാനും താല്പര്യമില്ല, പണവുമില്ല. പിന്നെ അദ്ദേഹം വളരെ മാന്യന്മാരായിട്ടുള്ള പല ചാനലുകളുടെയും മാന്യമുഖങ്ങളുടെ അതൊക്കെ വളരെ കൃത്യമാണ്. അദ്ദേഹം മാന്യന്മാരായ മുഖങ്ങളുടെ ഹവാല ഇടപാടുകൾ ഉണ്ടെന്നും അതിൻ്റെ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം അത് ബാർ റേറ്റിംഗ് നടത്തുന്നവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും ബാർ റേറ്റിംഗ് നടക്കുന്നത് വലിയ കുൽസിത മാർഗത്തിലൂടെയാണെന്നും ബാർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പിൻ്റെ രീതിയിലേക്ക് മാറുന്നു എന്നൊക്കെ പറഞ്ഞ് ബാർ റേറ്റിങ്ങിൻ്റെ ആളുകൾക്ക് അദ്ദേഹം കത്തെഴുതിയതും അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതുമൊക്കെ അദ്ദേഹം പറയുന്നു. അതുപോലെ 30 ദിവസം അദ്ദേഹം ഒരു യാത്ര നടത്തി. ആ യാത്ര നടത്തിയപ്പോഴാണ് യഥാർത്ഥ കേരളം എന്തെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോൾ വളരെ തമാശയും അല്ലെങ്കിൽ നമ്മളെ ചൊടിപ്പിക്കുന്ന, നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ സന്തോഷത്തോടു കൂടി ചെയ്ത് വരുന്ന ഒരു ശ്രീകണ്ഠൻ നായരാണ് ഇപ്പുറത്തെ വശത്ത് ഇത് പറയുന്നത്. പൊള്ളുന്ന കേരളത്തെക്കുറിച്ച്, യഥാർത്ഥ കേരളത്തെക്കുറിച്ച്. ചെറുപ്പക്കാരുടെ കയ്യിൽ പണമില്ല. അവർ പല തൊഴിലുകൾ ചെയ്തിട്ടാണ് അവർ പണമുണ്ടാക്കുന്നത്. അവർ പഠിക്കാൻ പോകാൻ കുട്ടികളെ പണമില്ല, വീട്ടുകാരിൽ പണമില്ല. അവർ പകൽ പഠിക്കാൻ പോയിട്ട് രാത്രികളിൽ ഊബർ ആട്ടോയും ഊബർ കാറും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലും തട്ടുകടയിലും അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ, ഒരു മിഡിൽ ക്ലാസ് സമൂഹത്തിൻ്റെ കയ്യിൽ പണമില്ല, തൊഴിലില്ല. ഇത് വലിയൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഈ ഹവാല ഇടപാടിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്,
ചാനലുകൾ പൂട്ടിപ്പോകുന്ന കഥ അദ്ദേഹം പറഞ്ഞത്, സോഷ്യൽ ഇൻഫ്ലുവൻസർമാരുടെ കഥ അദ്ദേഹം പറഞ്ഞത്, യാതൊരു ധർമ്മവും നീതിയുമില്ലാത്ത, അല്ലെങ്കിൽ ധർമ്മവും നീതിയും രണ്ട് വാക്കാണ്, രണ്ട് കാര്യമാണ്. ധർമ്മത്തിൽ ഉൾപ്പെടുന്ന നീതിയോ സത്യമോ ന്യായമോ ഒന്നും, കരുണയോ കാരുണ്യമോ ഒന്നുമില്ലാതെ വെറും ബാർ റേറ്റിങ്ങിന് മാത്രമായി വാർത്തകൾ സൃഷ്ടിക്കുന്നവരുടെ, അധമ വാർത്തകൾ സൃഷ്ടിക്കുന്നവരുടെ, കള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നവരുടെ, മോശപ്പെട്ട വാർത്തകൾ സൃഷ്ടിക്കുന്നവരുടെ ഒരു കൂടാരമായി ചാനൽ മാറുകയും ഓരോ ചാനലിലും പ്രവർത്തിക്കുന്നവർ യാതൊരു തത്വദീക്ഷയുമില്ലാതെ കുറച്ച് രൂപ കൂടുതൽ കിട്ടിയാൽ ഉടൻ അടുത്ത ചാനലിലേക്ക് പോവുകയും അവിടെ നിന്ന് പണം കിട്ടിയാൽ അടുത്ത ചാനലിലേക്ക് പോവുകയും ചെയ്യുന്ന ചാടിക്കളിക്കുന്നവരും, രാവിലെ കമ്മ്യൂണിസ്റ്റ്, ഉച്ചയ്ക്ക് കോൺഗ്രസ്, വൈകുന്നേരം BJP, വേണമെങ്കിൽ തിരിച്ചുമാകാം, അങ്ങനെ രാഷ്ട്രീയം കളിക്കുന്ന ഒരുതരം രീതിയിലേക്ക് മാധ്യമരംഗം മാറുന്നതും, ചാനലുകൾ പൂട്ടുന്ന കഥയും, ചാനലുകൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത കഥയും, പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളൊക്കെ നേരിടുന്ന വലിയ പ്രതിസന്ധിയും ഒക്കെ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കേരള സർക്കാരും നമ്മുടെ പൊതുസമൂഹവും ഒരു വേദിയിൽ വിളിച്ച് അദ്ദേഹത്തെ 2-3 മണിക്കൂർ പ്രഭാഷണം നടത്താൻ പറയണം ഈ വിഷയങ്ങളെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഞാനിത് അദ്ദേഹത്തിന് ആരെങ്കിലും കാണുക, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ അവർക്ക് അയച്ചു കൊടുക്കണം. അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതണം. അപ്പോൾ ഡിജിറ്റൽ പുസ്തകമായിട്ട് തന്നെ എഴുതണം, അല്ലാതെ എഴുതണം, പ്രിൻ്റ് പുസ്തകം എഴുതണം. ഇത് സമൂഹത്തോട് പറയണം മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ എന്നെയും കൂടെ, ഞാൻ അല്ലാതെ തന്നെ ഒരുപാട് പരിപാടിയിൽ താങ്കളുടെ ചാനലിൽ വരുന്നതാണ്. പിന്നെ ഗോപികൃഷ്ണനും ഹാഷ്മിയും ഒക്കെ, താജുദ്ദീനും, അങ്ങനെ എല്ലാവരും ഒക്കെ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നതാണ് നിങ്ങളുടെ പരിപാടിയിൽ. പിന്നെ അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ കൂടി വിളിക്കുകയും വേണം. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾ കേരളം, യഥാർത്ഥ കേരളം എന്താണ്? ഈ പതച്ചു കൂട്ടുന്ന, ഈ കാണുന്ന പതപ്പിനിടയിലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കൂട്ടി വച്ചിരിക്കുന്ന ഒരു കുമിളയാണോ കേരളം? യഥാർത്ഥ കേരളം എന്താണ്? യഥാർത്ഥ കേരളം ആരുടേതാണ്? യഥാർത്ഥ കേരളം അതിവിടെ അതിദരിദ്രരായ 66 പേരെ മാറ്റിയിട്ട് ദാരിദ്ര്യം മുഴുവൻ പോയെന്ന് വിളിച്ചു പോകുന്ന ഒരു സമൂഹമായി. കൊടുത്തവർക്ക് വളരെ സന്തോഷം, കിട്ടിയവർക്ക് അതിനേക്കാൾ സന്തോഷം. പക്ഷേ ഈ വിളിച്ചു കൂവിയത് നമ്മൾക്ക് ചർച്ച ചെയ്യാതിരിക്കാനാവില്ല. അതുപോലെ തന്നെ ദരിദ്രരുടെ കഥ, യുവാക്കളുടെ കഥ, ആദിവാസികളുടെ കഥ, മദ്യം ഉപയോഗിക്കുന്നവരുടെ കഥ. മയക്കുമരുന്നിനെതിരെയാണല്ലോ താങ്കൾ വലിയ യുദ്ധം നടത്തിയത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കഥ. ഇത് കേരളം അറിയണ്ടേ? ആ കേരളത്തെക്കുറിച്ച്, അറിയപ്പെടാത്തൊരു കേരളത്തെക്കുറിച്ച് താങ്കൾ ഒരു പരമ്പര തന്നെ ചെയ്യണം. ഇത് ഒരു ഭരണകൂടത്തിനും എതിരല്ല, നമ്മുടെ യഥാർത്ഥ ചിത്രം. ഒരുപക്ഷെ താങ്കളുടെ ജീവിതം 40 വർഷം താങ്കൾ ഇതിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ 40 വർഷം പ്രവർത്തിച്ചതിൽ താങ്കൾക്ക് ഇനി കേരളത്തിന് ചെയ്തു കൊടുക്കാനുള്ളത് ലാഭനഷ്ടങ്ങളല്ല. താങ്കൾ പറഞ്ഞു, താങ്കളൊരു ചാനലിൻ്റെ അവതാരകനായി നിന്നെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക, ചെക്ക് വാങ്ങുക, പോവുക, ഒരു ടെൻഷനുമില്ല, ഉറങ്ങാം. പക്ഷെ മേധാവിയായപ്പോൾ ഉറക്കമില്ലാത്ത രാവുകളാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഒരു ചെറിയ യൂട്യൂബ് ചാനൽ നടത്തുന്ന നമുക്ക് പോലും, ഡിജിറ്റൽ ചാനൽ നടത്തുന്ന എന്നെപ്പോലുള്ളവർക്ക് പോലും ഉറക്കമില്ല. കാര്യം പിറ്റേന്ന് സബ്ജക്റ്റ് കണ്ടുപിടിക്കണം, ഇത് നടത്തിക്കൊണ്ട് പോകണം, ഇതിൻ്റെ സാമ്പത്തികമുണ്ട്, വലിയ പ്രശ്നമാണ്. അപ്പോൾ സബ്ജക്റ്റ് കണ്ടുപിടിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ 2 ചാനൽ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ സ്ഥിതി? അതിൻ്റെ മേധാവിയായിരിക്കും. ഇതൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ അവർ സാറിനോട് പറയാനുള്ളത്, അറിയപ്പെടാത്ത കേരളത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ ഒരു പരമ്പര അത് 1 ദിവസമോ 2 ദിവസമോ 5 ദിവസമോ കൊണ്ട് തീർക്കരുത്. നിങ്ങളുടെ സ്ട്രിംഗേഴ്സിനെ കൊണ്ട്, നിങ്ങളുടെ റിപ്പോർട്ടർമാരെ കൊണ്ട്, വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരുപാട് റിപ്പോർട്ടർമാരെയും ആങ്കർമാരെയും എനിക്കറിയാം. സാമൂഹ്യ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരെ 24-ൽ അവരുടെ ഒരു ടീമുണ്ടാക്കുക. എനിക്ക് അതിനകത്തൊരു ഭാഗമാകണമെന്ന് താല്പര്യമുള്ള ആളാണ്. നമുക്ക് അങ്ങനെ ഒരു അറിയപ്പെടാത്ത കേരളത്തിന് പരിചയപ്പെടുത്തണം ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ താങ്കൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന, തലമുറകൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായ കർമ്മം. താങ്കൾ ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കട്ടെ.